ഹായ് ഗൈസ്, ഇതിനു മുന്നിട്ട് വീഡിയോസിലൊക്കെ കുറച്ച് കമൻറ്റൊക്കെ കണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ദിലീപിനെ കുറിച്ച് നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് അഭിപ്രായമില്ലേ എന്ന് ചോദിച്ചൊരു കമൻറ്റ് വന്നായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞത്. ഇത് ഞാൻ വീഡിയോ ചെയ്തില്ലെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ മഞ്ജു വാര്യർ പുതിയൊരു സബ്ജക്റ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നീതിപൂർണ്ണമല്ല, ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്നു. കോടതി വിധിക്ക് ശേഷം ആദ്യമായി പ്രതികരിച്ച് മഞ്ജു വാര്യർ. ഫ്രണ്ട്സ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ദിലീപ് വിരോധികളും ദിലീപ് അനുകൂലികളും കമൻറ്റിൽ വന്ന് അഭിപ്രായം രേഖപ്പെടുത്താണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ദിലീപിനെ കൊടുക്കാൻ മഞ്ജു വാര്യരും സംവിധാനം ശ്രീകുമാരും നിരമ്പിയ നമ്പീശനും ചേർന്ന് ഒരുക്കിയ ഒരു കെണിയാണ് ഒരു പ്രതികൾ ഒരായ മാർട്ടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പകരം മഞ്ജുവിന് ബോംബെയിൽ ഫ്ലാറ്റ് കിട്ടി എന്നതും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. മഞ്ജുവിൻ്റെ മകൾ പോലും ദിലീപിയുടെ ഒപ്പമാണ്. അവൾ ഒരു പെൺകുട്ടിയാണ്, അതും കൂടി മറക്കരുത്. അച്ഛൻ തെറ്റ് ചെയ്തെന്ന മകളുടെ വിശ്വാസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലും അച്ഛൻ തെറ്റ് ചെയ്യില്ലെന്നാണ് അവൾ വിചാരിച്ചേക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കും വിശ്വസിക്കാം. പക്ഷേ അവൾ ഒരു പെൺകുട്ടിയാണ്. അവൾ നിൽക്കുന്നത് ദിലീപിനോടൊപ്പം എന്നാണ്, മഞ്ജുവിനോടൊപ്പമല്ല. മഞ്ജുവിനെ ഒരു കാര്യത്തിലും മഞ്ജുവിനെ ആ കുട്ടി സപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും സ്വന്തം അച്ഛനോടൊപ്പമാണ് ആ കുട്ടി ഇപ്പോഴും നിലകൊള്ളുന്നത്. രണ്ട്, ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ഒന്നാണ്. ദിലീപിൻ്റെ കേസ് അന്വേഷിച്ച ശ്രീലേഖ IPS അത് വ്യക്തമായ കേസ് ഡയറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപ് നിരപരാധിയാണ്. ഇതിനകത്ത് നമുക്കൊന്ന് മനസ്സിലായി, ദിലീപിനെ ആർക്കൊക്കെയോ കൊടുക്കണം, അതല്ലേ ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്, അത് ഞാൻ പുറകെ പറയാം കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കാൻ പാടില്ല, അവന് നീതി വേണം. സമൂഹം എത്ര കുറ്റപ്പെടുത്തിയാലും ഇന്നസെൻ്റ് ഷുഡ് ബി നോട്ട് ബി പണിഷ്മെൻറ്റ്. കോടതി വെറുതെ വിട്ടാലും യഥാർത്ഥ പ്രതികൾ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. ഇതിനകത്ത് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. സോ മച്ച് ഐ ഇൻട്രസ്റ്റ് ഇൻ ആക്സിഡൻറ്റ് ദി ഇന്നസെൻ്റ്. സത്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പലരും പറയുന്നത് ദിലീപ് പണം ഇറക്കി, പണം വാരി എറിഞ്ഞെന്നൊക്കെ. എന്നൊക്കെ അവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇരയാക്ക പെൺകുട്ടിക്ക് പണമില്ലേ? കൂടെ നിന്ന സിനിമാക്കാർക്ക് പണമില്ലേ? ഒപ്പമുണ്ടായിരുന്ന സർക്കാരിന് പണമില്ലേ? പോലീസിന് പണമില്ലയോ? പണവും പവറും എവിടെ? ഇതൊക്കെ ദിലീപ് ഇതിന് മേലെ പോകാൻ ദിലീപ് അമേരിക്കൻ പ്രസിഡന്റാണോ? അതുപോലെ ദിലീപ് പറയുന്നുണ്ട്, ഞാൻ നുണപ്പരിശോധനയ്ക്ക് തയ്യാറാണ്. എന്തുകൊണ്ട് സർക്കാർ അതിന് ശ്രമിക്കുന്നില്ല? ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്, ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരു മീഡിയയും, ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയ ഒഴികെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഇത് നമുക്ക് മനസ്സിലായി, ദിലീപ് വിരോധികളാണല്ലോ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന ദിലീപിന്റെ പ്രഖ്യാപനം പോലീസ് മുഖവിലേക്ക് എടുത്തേക്കില്ല. സത്യാവസ്ഥ കണ്ടെത്താൻ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് അന്വേഷണം. അതേസമയം ദിലീപിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് ബോധപൂർവം തന്നെയെന്നും വ്യക്തമാകുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. അതുപോലെ ദിലീപ് പറയുന്നില്ലേ പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന്? അതെന്താണ് സർക്കാർ അതിനുള്ള അനുവാദം തേടാത്തത്? അതൊക്കെ എൻ്റെ ചോദ്യമാണ്. റിപ്ലൈ നിങ്ങൾ തന്നെ തരണം. ദിലീപ് ഇപ്പം മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. അത് ശ്രദ്ധിച്ചു കേട്ടോ. ദിലീപിന്റെ വക്കീലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. DS സിനിമാസ് വിറ്റിട്ടായാലും ശരി, ഈ കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരുടെ പേരിലെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന്. കാരണം ഇതിലെ 2 സ്ത്രീകളുടെ, മലയാള സിനിമയിലുള്ള 2 പ്രഗത്ഭരായ 2 നടികളുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതി ഈ കേസ് തെളിയിക്കാൻ പറ്റും ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന്. കാരണം ഇവര് ദുബായിൽ എന്താണ് ഈ കേസ് തുടങ്ങിയതിന് ശേഷം ഇന്ന് തീരുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഇവർ 2 പേരും, ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്ത് നിന്നും യാത്ര ചെയ്ത് ദുബായിൽ പോയി എന്താണ് ഇവർ ചർച്ച ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചാൽ, CBI പോലുള്ളൊരു ഏജൻസി അന്വേഷിച്ചാൽ തത്ത പറയുമ്പോൾ ഈ കേസ് തെളിയും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങളൊക്കെ പക്ഷേ ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും തീക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ടീമുകളായോണ്ട് കേരളത്തിലൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ കള്ളക്കേസ് പെടുത്തരുത്. അത്രേ ഉള്ളൂ. അതുപോലെ ദിലീപ് പറയുന്നുണ്ടല്ലോ പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന്. അതാണ് സർക്കാർ എന്തുകൊണ്ട് ഇതിന് അനുവാദം തേടുന്നില്ല? കറക്റ്റ് കാര്യമല്ലേ? ദിലീപ് ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. പിന്നെ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും പറയുന്നത് അതിജീവക്കൊപ്പം എന്ന് പറയുന്ന ആൾക്കാർ വേടൻ്റെ കാര്യത്തിൽ ആർക്കൊപ്പമായിരുന്നു? ആ കുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അയാൾക്ക് സംസ്ഥാന അവാർഡ് കൊടുത്ത് ആദരിച്ചില്ലേ? അന്നേരം ഈ സർക്കാർ ഇവിടുത്തെ ആൾക്കാർ എവിടെയായിരുന്നു? പറയുമ്പോൾ എല്ലാത്തിനും ഒരു ന്യായം വേണം. വേടൻ്റെ കാര്യത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതൊരു പാവ സ്ത്രീയല്ലേ? ആ പാവം ആയത് കൊണ്ടല്ലേ അതിനുവേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരും പോകാത്തത്? അങ്ങനെ ഉണ്ടെങ്കിൽ വേടൻ്റെ കാര്യത്തിൽ നീതി മേടിച്ചു കൊടുക്കണം ആ കുട്ടിക്ക്. അതെന്താ നിങ്ങൾ ആരും ഇതിന് പുറകെ പോകുന്നില്ല? ഒരു പോലീസോ ഒരു നിയമവ്യവസ്ഥയോ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, ആ കുട്ടിക്ക് വേണ്ടി പോകുന്നില്ലല്ലോ. അവൾ കേസ് വരെ കൊടുത്തല്ലോ.
എന്തുകൊണ്ട് പിന്നെ വേടൻ ഇപ്പോൾ ജാമ്യത്തിൽ നടക്കുവാണല്ലോ വേടൻ ആർക്കും എന്താ ഒന്നും വേണ്ടേ? സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും കാപട്യം നിറഞ്ഞ സമൂഹം കേരളത്തില്ലാതെ വേറെ എങ്ങും ഉണ്ടായില്ല. നിങ്ങളും നിങ്ങളുടെ സർക്കാർ എപ്പോഴാണ് വേടൻ്റെ കാര്യത്തിൽ അതിജീവിതയ്ക്ക് നിന്നത്? അതൊരു സാധാരണ നിലയിൽ എന്ന എൻ്റെ ചോദ്യം സർക്കാരാണ്. പിന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഘോരമായി പ്രസംഗിക്കുന്ന മാന്യന്മാർ ആൾക്കാരും വേടൻ്റെ കാര്യത്തിൽ എന്താണ് ആസിഫ് അലി സാറിൻ്റെ നാക്കില്ലാത്തത്? ഞാനായിട്ടൊരു മാന്യൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതുപോലെ മാന്യരായ സമൂഹത്തിന് അറിയാം. ബട്ട് നമ്മുടെ സമൂഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഇതുപോലെ പറയണമെങ്കിൽ 100 കണക്കിന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാണ്ട്. ഡോണ്ട് ടോക്ക് എബൌട്ട് എനിക്കിന് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡ് റൈറ്റ് റോങ്. കണ്ണുണ്ടായപ്പോൾ കാണാനാവണം. സത്യവും നീതിയും വിട്ട് ഒന്നിനു വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. കേൾക്കുന്നതൊക്കെ സത്യം എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ പരാജയം. ഈ വിഷയം ബുദ്ധിപൂർവ്വം നിങ്ങൾ കേൾക്കണം. 9 വർഷമായി ദിലീപിന് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ് ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ വരും. അന്ന് ഇന്നും ഞാൻ ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപ് ഹാസ് ഡൺ നത്തിങ് റോങ്. ദിലീപ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 9 വർഷം മുന്നേ ദിലീപ് ഫിലിം മേഖലയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനൊപ്പം നിൽക്കുമ്പോൾ കത്തിക്കയറുന്ന ഒരു സമയമായിരുന്നു ദിലീപിൻ്റെ. അന്ന് ദിലീപ് ജനപ്രിയ നടൻ. അന്ന് ദിലീപിൻ്റെ ഫിലിമുകളെല്ലാം നല്ല ഹയർ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ജനപ്രിയ നടൻ അങ്ങനെ ഇതുപോലൊരു മണ്ടത്തരം കാണിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ക്രിമിനലിൻ്റെ വാക്ക് കേട്ട് ദി ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഹിയർ ആർ ബ്രേക്കിംഗ് ദി ലോ. പൾസർ സുനിയുടെ കത്തിൽ പ്രകാരം ദിലീപിനെ കുറ്റക്കാരനാക്കി. ഇവിടെ നിങ്ങളൊന്നും മനസ്സിലാക്കണം. ജയിലിൽ ഒരു പേപ്പറോ പേനോ പോലും കിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് ദിലീപ് പൾസർ സുനിക്ക് കത്തെഴുതിയത്? അരിയാഹാരം കടിക്കുന്നവർ മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. ഒരു കാര്യം ചോട്ടെ, പൾസർ സുനി നമ്മുടെ പിണറായിക്കെതിരെ ഇതുപോലെ ഒരു കത്തെഴുതിയാൽ നിങ്ങളുടെ സർക്കാർ അംഗീകരിക്കുമോ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുമോ? ഒരിക്കലല്ലോ. കേവലം ഒരു ക്രിമിനലിൻ്റെ വാക്കിട്ട് ഇങ്ങനെ അംഗീകരിക്കാം ആരും തുനിയത്തുമില്ല. പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിലൊന്നും നമുക്കറിയില്ല. കാര്യം ഞാൻ വീണ്ടും പറയാൻ എളുപ്പെടുത്തണം. കേവലം ഒരു പൾസർ സൂര്യയുടെ വാക്ക് കേട്ട് അതിന് പുറകെ ക്യാമറ നോക്കി മീഡിയക്കാരങ്ങ് പോകുന്നുണ്ട്. അവിടുത്തെ മീഡിയക്കാർ തന്നെ ജഡ്ജിയായി മീഡിയക്കാർ തന്നെ ശിക്ഷ വിധിക്കുന്നു. ഇതെന്തോരു നീതി, എന്തൊരു കാലം, എന്തൊരു നാട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ. എനിക്കുറപ്പുണ്ട് ദിലീപ് പ്രതിയാകണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നീതി ദേവതയായ കോടതി 9 വർഷങ്ങൾക്ക് ശേഷം ദിലീപിനെ വെറുതെ വിടുന്നു. വെറുതെ വിട്ട കോടതി തെറി വിളിക്കുന്ന കുറേ മഹാമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊരാൾ പറയുന്നത് ദിലീപ് വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റിരുന്നു എന്ന്. ഇവിടെ നിങ്ങളൊന്നും മനസ്സിലാക്കണം. പ്രതികൾ വന്നതിന് ശേഷമാണ് കോടതി ജഡ്ജി വരുന്നത്. പിന്നെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും നരേന്ദ്രമോദി വന്നാലും കോടതിയിൽ വന്നു കഴിഞ്ഞ് ജഡ്ജിക്കാണ് പവർ. അതൊക്കെ മനസ്സിലാക്കണം. ജഡ്ജി എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ആദിത്യ മര്യാദ എന്ന നിലയിൽ ജഡ്ജി എഴുന്നേറ്റ് വണങ്ങുന്നൊരു പതിവുണ്ട്. പാവങ്ങളുടെ അവസാനത്തെ ആശ്രയമാണ് നമ്മുടെ കോടതി. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വിധി പറയാനല്ല കോടതി ജഡ്ജിമാർ അവിടെ ഇരിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ശിക്ഷ വിധിക്കുന്നത്. ശ്രീലേഖ IPSൻ്റെ റിപ്പോർട്ടിൽ അറിയാം ദിലീപ് നിരപരാധിയാണ്. പക്ഷെ ആരൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ദിലീപ് പ്രതിയാകണമെന്ന്? പോലീസുകാർക്ക് ഒത്തിരി കാണി ശ്രമിച്ചു ദിലീപിനെ കൊടുക്കാനായി. പക്ഷെ തെളിവുകളുടെ അപാധത്തിൽ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. നമ്മുടെ രാജ്യത്തൊരു ഭരണവ്യവസ്ഥയുണ്ട്. ദിലീപ് കുറ്റക്കാരനെന്ന് തീരുമാനിക്കാനോ ഞാനോ നിങ്ങളോ മീഡിയക്കാരല്ല. ഫൈനൽ വിധിക്കുന്ന നീതിന്യായ കോടതിയാണ്. ആ കോടതിയാണ് ദിലീപിനെതിരെ തെളിവ് ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് ദിലീപിനെ കോടതി വെറുതെ വിടുന്നത്. പക്ഷേ ഇവിടെ ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് ദിലീപ് പ്രതിയാകണമെന്ന്. എൻ്റെ അഭിപ്രായം യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു വഴിപോക്കൻ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ക്യാമറയും തൂക്കി പിടിച്ച് ദിലീപിൻ്റെ പുറകെ പോകാതല്ല, നിങ്ങളെ സത്യത്തിൽ ആ പ്രതിയെ കണ്ടുപിടിക്കാൻ നോക്കുക. അതാണ് ചെയ്യുന്നത്. വിവരമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. സത്യം ഇത് തെറ്റേതെന്ന് തിരിച്ചു തരാൻ ഇത് നിങ്ങളെ സഹായിക്കും. കോടതിയിൽ ജഡ്ജി വന്നപ്പം എഴുന്നേറ്റ് നമ്മളെ ഒരു കൈവയ്ക്കുന്ന പതിവുണ്ടല്ലോ. ഇത് അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മുടെ മീഡിയക്കാർക്ക് ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഗൾഫിൽ കിടക്കുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. അവരൊക്കെ അറിയാം. അതായത് ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ, ഞാൻ അത്രയ്ക്ക് ഇതായിട്ട് പറയണം, പ്രതി വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും ജഡ്ജി കൈകൂപ്പുന്ന പതിവ് കോടതിയിലുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ നമ്മുടെ മീഡിയക്കാർക്ക് അറിയില്ലെന്ന് പിന്നെ സമ്മതിച്ചേ എൻ്റെ പൊന്നോ. പിന്നെ ഒരു ടെസ്റ്റും കൂടെ എനിക്ക് ആദ്യം മുതലേ ഡൗട്ടുണ്ട്. ഈ കേസ് എപ്പോഴും പോയിക്കൊണ്ട് ദിലീപിൻ്റെ പുറകെയായിരുന്നു. അത് എനിക്ക് നേരത്തെ 9 വർഷം മുന്നേ ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ നടിയെ അറിയുന്ന ആൾ ഒരിക്കലും ഈ നടിക്കെതിരെ കൊട്ടേഷൻ പോകില്ല. കൊട്ടേഷൻ കൊടുക്കാറുണ്ട്, അതിൻ്റെ ആവശ്യവും ഇല്ല. കേസിൽ ഒരു കാര്യം പറയും, നടി ആവശ്യപ്പെട്ട പ്രകാരമാണ് വണ്ടി റെഡിയാക്കി കൊടുത്തതെന്ന് ലാൽ പിറ്റേന്നുള്ള വാർത്താ ചാനൽ സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദിലീപ് ഇതിനിടയിലൊന്നും ഇല്ല. സംഭവം വി ഷുഡ് ട്രൈ ഫൈൻഡ് എ റിയൽ കൺഫ്യൂഷൻ ആൻഡ് ഗീവ് ദാറ്റ് ഗേൾ ജസ്റ്റിസ്. ഇതിന് വലിയ കളിച്ച മഹാമാർ
കേസാക്കി ദിലീപിനെ എത്തിക്കാനാണ് അന്നും ഇന്നും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ദി റിയൽ കൺഫ്യൂസ് മസ്റ്റ് ദി ഫൗണ്ട്, ലെറ്റ് ദി ട്രൂത്ത് പ്രിവെയിലിയൻ. അതുപോലെ ദിലീപ് തെറ്റുകാരനാണെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് നമ്മൾ സ്വയം ന്യായം കണ്ടെത്തിയാൽ അവൻ തന്നെ തെറ്റുകാർ എന്ന് നമ്മൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അവർ തന്നെ തെറ്റ്. നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, അവൻ തെറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ അവൻ തന്നെ തെറ്റുകാരൻ. പക്ഷേ എനിക്കൊന്നേ പറയാലോ, ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായത് ചിലപ്പോൾ നാളെ നീയോ ഞാനോ ആവാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ബ്രേക്ക്.